ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്ലോക്ക് ആയിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് പറഞ്ഞു നിർത്തി എന്തായിരുന്നു? ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ ഒരു ദിവസം എത്ര തവണ വരും? 22 തവണ വരും. എതിർ ദിശയിലാണെങ്കിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാലും 22 തവണയാണ്. ഇനി ലംബ ദിശയിൽ അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ എത്ര തവണ വരും? 44 തവണ വരും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, നേർരേഖ. നേർരേഖ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പറയാം? ഒരേ ദിശയെന്ന് പറഞ്ഞാലും എതിർ ദിശയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്നത്. അപ്പം നേർരേഖയിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടും. അപ്പം 22 + 22 44 വന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ വന്നു അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വന്നു. ഇനി എത്ര മിനിറ്റുകൾക്ക് ശേഷമാണ് ഇത് വീണ്ടും ഒരേ ദിശ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 65 മിനിറ്റും 5/11. 65ഉം 5/11 മിനിറ്റ്. മണിക്കൂർ കൺവേർട്ട് ചെയ്താൽ 1 മണിക്കൂറും 5ഉം 5/11 മിനിറ്റ്. ഇപ്പൊ എത്ര സമയത്തിന് ശേഷമാണ് ഒരു തവണ നേരെ അല്ലെങ്കിൽ ഒരേ ദിശയിൽ വന്നിട്ട് വീണ്ടും അത് എപ്പോഴാണ് വരുന്നതെന്ന് പറയുന്നത് 65ഉം 5/11 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറും 5ഉം 5/11 മിനിറ്റും. ഇതുപോലെ എതിർ ദിശയിൽ ഒരു ക്ലോക്കിൽ നിൽക്കുകയാണ്. ഇനി എത്ര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വീണ്ടും ആവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും മിനിറ്റ് വരുന്ന എത്ര തന്നെയാണ്? 65ഉം 5/11 മിനിറ്റ്. മണിക്കൂറിൽ കൺവേർട്ട് ചെയ്താൽ 1 മണിക്കൂറും പിന്നെ ബാക്കി എന്തുണ്ട്? 5ഉം 5/11 മിനിറ്റും. ഇനി ലംബ ദിശ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു ക്ലോക്കിൽ വീണ്ടും 90 ഡിഗ്രിയിൽ എപ്പം വരുമെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതിന്റെ പകുതി എടുക്കേണ്ടി വരും. ഈ പറയുന്നതിന്റെ പകുതി എത്രയായിട്ട് വരും? 32ഉം 8/11 മിനിറ്റ്. 32ഉം 8/11 മിനിറ്റ്. ഓക്കെ ആണോ? അപ്പോൾ നേർ ദിശയിൽ ഒരേ ദിശയിൽ നിൽക്കുന്ന ഒരു ക്ലോക്കിൽ എത്ര മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും? വീണ്ടും ഒരേ ദിശയിൽ വരും. 65ഉം 5/11 മിനിറ്റ്. ഇനി എതിർ ദിശയിൽ നിൽക്കുകയാണ് ഒരു ക്ലോക്കിൽ, അത് വീണ്ടും ആവർത്തിക്കുന്നതിന്, അതായത് എതിർ ദിശയിൽ വീണ്ടും വരുന്നതിന് എത്ര സമയം എടുക്കും? 65ഉം 5/11 മിനിറ്റ്. ഇനി ലംബ ദിശയിൽ നിൽക്കുകയാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും. അപ്പൊ അത് വീണ്ടും അത് കഴിയുമ്പോൾ മാറുമല്ലോ. മാറിക്കഴിഞ്ഞ് വീണ്ടും അത് ലംബ ദിശയിൽ എത്ര മിനിറ്റ് കഴിയുമ്പോൾ വരും? 32ഉം 8/11 മിനിറ്റും കൂടെ ആകുമ്പോൾ എന്താവും? അത് വീണ്ടും ലംബ ദിശയിൽ വരും. ഇനി നമുക്ക് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 8 മണിക്കും 9 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ഒരേ ദിശയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8 മണിക്കും 9 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ഒരേ ദിശയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. അതിന് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക? 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കെന്നല്ലേ. അപ്പം 8 മണിക്കും 9 മണിക്കും ഇടയിലെന്ന് പറയുമ്പോൾ 9 മണി ആയിട്ടില്ലേ? 8 മണി സംതിങ് അല്ലേ വരുള്ളൂ. 8 മണിയും കുറച്ച് മിനിറ്റുകളും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? മണിക്കൂർ എപ്പോഴും 8 എന്ന് തന്നെ എഴുതുക. മണിക്കൂർ എപ്പോഴും 8. ഇനി മിനിറ്റ് എത്ര വരുമെന്നാണ് ക്വസ്റ്റ്യൻ. മിനിറ്റ് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യുക? ഈ 8 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മിനിറ്റ് ആണ് എടുക്കുന്നത്? നമ്മൾ സാധാരണ ക്ലോക്കിൽ നോക്കുമ്പോൾ 8 എന്ന് പറയുന്നത് എത്ര മിനിറ്റിൽ എടുക്കും? 40 മിനിറ്റ് അല്ലേ പറയുന്നത്. 40/11 എടുക്കുക. അപ്പൊ 8 മണി എന്ന് പറയുമ്പോൾ 8 മണി 8നും 9നും ഇടയ്ക്കാണല്ലോ. അതിന്റെ കൂടെ 8ന് നേരെ വരുന്നത് ഏകദേശം ഇങ്ങനെ തന്നെ വരില്ല. കാരണം എന്താ? കുറച്ച് കഴിയുമ്പോൾ മണിക്കൂറുകൾ ഈ മിനിറ്റ് സൂചി കറങ്ങി 8 ആകുമ്പോൾ കറക്റ്റ് 8 മണിയാകുമ്പോൾ കറക്റ്റ് 8ന് നേരെ മണിക്കൂർ സൂചിയും വരും, മിനിറ്റ് സൂചി 12ന് നേരെ വരും. പക്ഷെ 12 കഴിഞ്ഞ് മിനിറ്റ് സൂചി താഴേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഈ 8ൽ നിന്ന് 9ലേക്ക് എന്ത് മാറും? മണിക്കൂർ സൂചി മാറും. അപ്പൊ അതിനനുസരിച്ച് വ്യതിയാനം വരുന്ന സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ മണിക്കൂറിൽ 8 എടുക്കുക. ഇനി മിനിറ്റിൽ എന്ത് ചെയ്യാം? 40 അല്ല, 40ൽ നിന്നും കുറച്ചുകൂടെ മാറും. അത് എത്ര മാറും? ആ എടുത്ത മിനിറ്റ് 40/11 എടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം എഴുതേണ്ടത് മണിക്കൂറിന് 8 തന്നെ എഴുതുക. 8നും 9 മണിക്കും ഇടയ്ക്കെന്നാണ്. 8 തന്നെ എടുക്കുക. മിനിറ്റ് കണ്ടുപിടിക്കുന്നതിന് 8 ഏത് മിനിറ്റ് ആണ്? നമ്മൾ സാധാരണ 8ന്റെ അവിടെ മിനിറ്റ് സൂചി വന്നാൽ നമ്മൾ ഏത് മിനിറ്റ് ആയിട്ട് എടുക്കും? 8 × 5 40 മിനിറ്റ് ആയിട്ട് എടുക്കും. 40 മിനിറ്റും അതുപോരാ 40/11 കൂടെ എടുക്കണം. അപ്പൊ ഇവിടെ എത്രയെന്ന് കിട്ടും? 8ഉം 40/11. 40/11 കഴിയുമ്പോൾ എന്തെന്ന് കിട്ടും? 3 തവണ പോവില്ലേ? 33. ബാക്കി എന്തുകൊണ്ട്? ശിഷ്ടം 7 ഉണ്ട്. അപ്പം 3ഉം 7/11. 40ൽ 33 എടുക്കാം. 3 തവണയുണ്ട്. ബാക്കി വരുന്നത് 7ആണ്. 7/11. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 40/11 എന്നുള്ള എങ്ങനെ വരും? 3ഉം 7/11 വരും. അപ്പൊ ഈ 3 എന്ത് ചെയ്യാം? 40നോട് ആഡ് ചെയ്ത് എഴുതാം. അപ്പം 43ഉം 7/11 മണിന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 8 മണിക്കും 9 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ഒരേ ദിശയിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8നും 9നും ഇടയ്ക്കായതുകൊണ്ട് ആദ്യത്തെ എഴുതിയാൽ മതി. 8നും 9നും 8 സംതിങ് 8ഉം കുറച്ച് മിനിറ്റുകളല്ലേ വരുന്നത്. അപ്പം 8 മണിക്കൂറായിട്ട് എഴുതുക. മിനിറ്റ് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യും? ആ 8ന് തന്നെ എത്ര മിനിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് നോക്കുക? 40 മിനിറ്റ്. അത് മാത്രം പോരാ, അതിനോട് എന്തും കൂടെ ചെയ്യുക. ആ 40നെ വീണ്ടും 11 കൊണ്ട്
ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പർ എന്ത് ചെയ്യുക, 40നോട് കൂട്ടി പറഞ്ഞാൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയും കിട്ടും, 3 കിട്ടും. ഈ 3 എന്ത് ചെയ്യുക, 40നോട് ആഡ് ചെയ്യുക. ബാക്കി വരുന്ന 7 ഇഷ്ടമുണ്ട്, അത് 7/11 എഴുതിയാൽ മതി. ഇപ്പം എത്ര ടൈം, 8 മണി കഴിഞ്ഞ് എന്തുണ്ട്, 43 7/11 മിനിറ്റും കൂടെ ഉണ്ട്. അതാണ് സമയമായിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ഒരേ ദിശയിൽ വരുന്നത്? നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്പർ വ്യത്യാസമുള്ളൂ. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കെന്നല്ലേ, അപ്പം നമുക്ക് ഏതെടുത്താൽ മതി, 4 എടുത്താൽ മതി. 4 കഴിഞ്ഞ് എത്രയോ മിനിറ്റ് ആണ്, അപ്പം 4 അവറായിട്ട് എടുക്കുക. ഇനി മിനിറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്. 4 എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്കിൽ നോക്കുമ്പോൾ എത്ര മിനിറ്റായിട്ട് എടുക്കുന്നത്, 4 എന്ന് പറയുന്നത് 4 അതിന് നേരെ എന്ത് വരുന്നു, മിനിറ്റ് വരുന്നു. അപ്പം എന്തെന്ന് എടുക്കും, 4ന്റെ അവിടെ മിനിറ്റ് ആക്കുമ്പോൾ 4 × 5 20. 4ന്റെ അവിടെ മിനിറ്റ് സൂചി വരുമ്പോൾ 20 മിനിറ്റ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പം 20 മിനിറ്റ് അത്രയും മതിയോ? പോരല്ലോ. എന്ത് ചെയ്യുക, 20 ആ സംഖ്യ കൊണ്ട് 11 എന്ത് ചെയ്യുക, ഡിവൈഡും കൂടെ ചെയ്യുക. ആ മിനിറ്റ് 4ന്റെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് എഴുതുക, അതേ മിനിറ്റിനെ 11 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡും കൂടെ ചെയ്യുക. അപ്പം എത്രയെന്ന് കിട്ടും, 4 അവർ ഉണ്ട്. ഇനി 20നെ 11 കൊണ്ട് എത്ര തവണ ഡിവൈഡ് ചെയ്യാം, ഒരു തവണ. 11 ഒരു തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 20 പോകുമ്പോൾ ബാക്കി എന്തുണ്ട്, 9 ഉണ്ട്. അപ്പം 9/11 മനസ്സിലായോ? അപ്പോൾ 20നെ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എടുക്കുമ്പോൾ 1 കിട്ടും. ഇനി ബാക്കി എന്തുണ്ട്, 11 മൈനസ് ചെയ്യുമ്പോൾ 9 ഉണ്ട്. ആ 9/11 അതുപോലെ എഴുതുക. റിമൈൻഡർ വരുന്നതാണ് 9, അത് 11 ഫ്രാക്ഷൻ ആക്കി എഴുതുക. അപ്പോൾ ആൻസർ എങ്ങനെ വരും, 20 ഈ ഇവിടെ കിട്ടിയ നമ്പർ 1, അപ്പോൾ 21 ഇഷ്ടമുള്ളത് 9/11. ക്ലിയർ ആണോ? അപ്പോൾ സമയം കിട്ടുന്നത് 4 മണി കഴിഞ്ഞ് 21 9/11 മിനിറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സമയത്തിന്റെ അവർ എഴുതുക, അവറിന് സമാനമായിട്ടുള്ള മിനിറ്റ് എഴുതുക. അതുപോലെയല്ലോ അതിൻ്റെ കൂടെ എന്തും കൂടെ ചെയ്യുക, ആ മിനിറ്റിനെ തന്നെ എന്ത് ചെയ്യുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2 മണിക്കും 3 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ഒരേ ദിശയിലാവുന്നതാണ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് ചെയ്യുക, 2നും 3നും ഇടയ്ക്കല്ലേ, അപ്പോൾ 2ഉം കുറച്ച് മിനിറ്റ് എന്നല്ലേ ആൻസർ വരും. അപ്പം ആദ്യം എഴുതുക, 2 മണിക്കൂറാക്കി എടുക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യും, 2നെ എത്ര, നമ്മൾ 2ന് ക്ലോക്കിൽ കാണുമ്പോൾ എത്ര മിനിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, 2 × 5 10 മിനിറ്റ് പോരല്ലോ. എന്ത് ചെയ്യുക, 10/11 കൂടി എടുക്കുക. 10/11. 10നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. ഇത് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് പിന്നെ പുറത്തെടുക്കാനൊന്നുമില്ല. റിമൈൻഡർ ആയിട്ട് 10 തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അത് തന്നെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്തായിരുന്നു, ഒരേ ദിശയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും വന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്ത്. ഇനി നമുക്ക് എതിർ ദിശയിൽ വന്നാൽ എങ്ങനെ ചെയ്യും നോക്കാം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരും? നേരത്തെ ചെയ്ത് അതുപോലെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 4 മണിക്കും 5 മണിക്കും ഇടയിലെന്നല്ലേ, അപ്പൊ എന്തായാലും 4 മണി കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകളായിരിക്കും. അപ്പൊ 4 മണി എന്തായാലും അവറിൽ വരും. ഇനി മിനിറ്റ് എത്ര വരുമെന്നാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, 4 മണിക്കും 5 മണിക്കും ആണെങ്കിൽ 4 മണിയുടെ നേരെ വരുന്ന എന്ത് ചെയ്തു, മിനിറ്റ് സൂചി എടുത്തു. എങ്കിലല്ലേ നേരെ വരുള്ളൂ. അപ്പൊ 4 മണിക്ക് നേരെയുള്ള മിനിറ്റ് എടുത്തു. നമുക്കിപ്പോൾ എടുക്കേണ്ട എതിർ സൈഡല്ലേ, 4ന് എതിരായിട്ട് വരുന്ന എത്രയാണ്, 4ന് എതിരായിട്ട് വരുന്നത് 10 അല്ലേ. എതിരെ വരുന്ന എപ്പോഴാണെന്നാണ്. അപ്പം 4ന് എതിരായിട്ട് വരുന്ന എന്തെടുക്കുക, മിനിറ്റ് എടുക്കുക. 4ന് എതിരായിട്ട് വരുന്ന ഏതാണ്, 10 നമ്മൾ എത്ര മിനിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, 50 അല്ലേ. ക്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, 4ന് ഓപ്പോസിറ്റ് 10 എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 4 + 6, 6നെയും കാട്ടി വലിയൊരു സംഖ്യയാണ് കിട്ടുന്നത്. 9 ആണെങ്കിൽ എന്ത് ചെയ്യുക, 6 മൈനസ് ചെയ്ത് കഴിയുക. 6 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. 6നെയും കാട്ടി ചെറിയൊരു സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6 കൂട്ടി നോക്കിയാൽ മതി. അല്ല 6നെയും കാട്ടി വലിയൊരു സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യും, 6 കുറച്ച് നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ക്ലോക്ക് വരച്ച് നോക്കുക. അപ്പൊ 4ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സംഖ്യ നോക്കുക. 4ന് ഓപ്പോസിറ്റ് കിടക്കുന്നത് 10 ആണ്. 10ന്റെ മിനിറ്റ് ആണ് ഇവിടെ ഡൺ. നേരത്തെ നമ്മൾ ചെയ്ത എന്തായിരുന്നു, നമ്മൾ എത്രയാണോ സംഖ്യ എത്ര അവറാണോ എടുത്തത്, ഒരേ ദിശയിൽ വരുമ്പോൾ എത്ര അവറാണോ അതിന്റെ തന്നെ എന്ത് ചെയ്തു, മിനിറ്റ് എടുത്ത് എഴുതി. എതിർ ദിശയിൽ വരുമ്പോൾ എതിരെ കിടക്കുന്ന നമ്പർ ഏതാണോ അതിന്റെ മിനിറ്റ് എടുത്ത് എഴുതുക. 4ന് ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാണ്, 10 ആണ്. അതിന്റെ മിനിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഇനി എന്ത് ചെയ്യാ, 50ന്റെ അത് മാത്രം മതിയോ? നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, എത്ര മിനിറ്റ് എഴുതിയോ അതിനെ 11 കൊണ്ട് എന്ത് ചെയ്യാ, ഡിവൈഡും കൂടെ ചെയ്യണം. അപ്പം 50/11 വന്നു. 50/11 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 44 പോലും. അപ്പം 4 തവണ ഉണ്ട്. ബാക്കി എത്ര വരും, 6 വരും. 4 6/11 എന്ത് ചെയ്യാ, ഫൈനൽ ആൻസർ വരുമ്പോൾ 4 50നോട് എന്ത് ചെയ്യാ, ഈ 4 കൂട്ടാം. 54. ബാക്കി എന്തുകൊണ്ട് ശിഷ്ടം വന്ന 6/11 മണീന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ എന്നുള്ള വ്യത്യാസം മനസ്സിലായോ? 4 മണിക്കോ 5 മണിക്കോ ഇടയ്ക്കുള്ള സമയം എന്തായാലും അവർ എന്തായിരിക്കും, 4 ആയിരിക്കും. ഇനി മിനിറ്റിലാണ് വിഷയം വരുന്നത്. ഒരേ ദിശയിലാണെങ്കിൽ ഈ കിടക്കുന്ന അവറിനെ തന്നെ എന്ത് ചെയ്യുക, മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക.
അല്ല, എതിർ ദിശയിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ 4ന് ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ ഏതാ നോക്കുക, അതിന്റെ എന്തെടുക്കുക, മിനിറ്റ് ആക്കി എടുക്കുക. അത്രയും മാത്രം ചെയ്താൽ പോരാ. ആ എടുത്ത മിനിറ്റിന് എന്ത് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ ഈ മിനിറ്റിലോട്ട് ആഡ് ചെയ്യുക. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി. 6/11 അല്ലെങ്കിൽ നേരത്തെ എത്രയാണോ കിട്ടുന്നത് അതിനെ ബൈ 11 കൂടെ എഴുതിയിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 7 മണിക്കും 8 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും? 7 മണിക്കും 8 മണിക്കും ഇടയിലാകുമ്പോൾ എന്ത് എഴുതും? 7 അവറായിട്ട് വരുന്നത്. ഇനി മിനിറ്റ് എങ്ങനെ ചെയ്യും? 7 ഓപ്പോസിറ്റ്. 6 കുറവാണെങ്കിൽ നമുക്ക് 6 കൂട്ടി എഴുതിയാൽ മതി. ഇത് 6 അങ്ങോട്ട് കൂട്ടിയൊരു സംഖ്യയിൽ എന്ത് ചെയ്യുക, 6 കുറയ്ക്കുക. അപ്പൊ എന്നിട്ട് 1 കിട്ടും. 7 ഓപ്പോസിറ്റ് വരുന്നത് 1 അല്ലേ? 7 ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? 1 കിടക്കുന്നത് ആണല്ലോ. ഇവിടുന്ന് 6 നോക്കിയാൽ മതി. 6 വ്യത്യാസം. 1 2 3 4 5 6. അപ്പൊ 7 ഓപ്പോസിറ്റ് കിടക്കുന്നത് 1. അപ്പൊ 1ന്റെ എന്ത് ചെയ്യുക, മിനിറ്റ് എടുക്കുക. 1ന്റെ മിനിറ്റ് എടുക്കുമ്പോൾ 5 മാത്രം മതിയോ? പോരാ. 5/11 കൂടി എടുക്കണം. ഓക്കെ ആണോ? അപ്പോൾ 7 5 5/11 മണി. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 5 മണിക്കും 6 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞ് 64 മിനിറ്റ്, 5 മണിക്കൂർ കഴിഞ്ഞ് 64 6/11 മിനിറ്റ്, അതായത് 5:54 6/11 മണി. ഇവയൊന്നും അല്ല. ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം, 5 മണിക്കും 6 മണിക്കും ഇടയിലെന്നല്ലേ. അപ്പൊ എന്തെടുക്കും? 5 എടുക്കും. 5 അവറിൽ വരുന്നത്, അത് ഉറപ്പാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം, എതിർ ദിശയിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, 5ന് എതിരെ ഉള്ള സംഖ്യ എത്രയും നോക്കാം. 5നെതിരെ ഉള്ള സംഖ്യ ഏതാണ്? 11 5നെതിരെ വരുന്നത് 11. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 5നോട് 6 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ 11നെ എടുക്കാൻ എന്ത് ചെയ്യുക, 11 മാത്രം എടുത്താൽ മതിയോ? ഇല്ല, 11ന്റെ മിനിറ്റ് എടുക്കുക. 55. 5ന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 11. അപ്പോൾ അതിന്റെ മിനിറ്റ് 55. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോക്ക് വരച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6നെയും കാട്ടി താഴെ സംഖ്യയാണ് 5. അപ്പൊ എന്ത് ചെയ്യാം, 6 കൂട്ടി നോക്കിയാൽ മതി. 6 കൂട്ടുമ്പോൾ 5നോട് 6 കൂട്ടുമ്പോൾ 11. അപ്പൊ 55 മിനിറ്റ് കിട്ടും. ഇനി വെറുതെ 55 എഴുതിയാൽ മതിയോ? പോരാ. 55/11 കൂടി ചെയ്യണം. 55നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് കൂട്ടുമ്പോൾ 5ഉം 55ഉം 5ഉം 60 മിനിറ്റ് എന്ന് കിട്ടും. ഇല്ലേ? 60 മിനിറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടോ? 60 മിനിറ്റ് 1 മണിക്കൂറായിട്ടല്ലേ കൂട്ടുന്നത്. അപ്പം 5ന്റെ കൂടെ 60 മിനിറ്റ് എന്നുള്ള എന്തെന്നാവും? ഈ 60 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറായിട്ടല്ലേ എടുക്കാറ്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് 5നോട് ചേരുമ്പോൾ എത്രയെന്നാവും? 6 മണിന്നാവും. അപ്പൊ ആൻസർ എത്രയെന്ന് കിട്ടും? 6 മണിന്നാവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5 എടുത്തു. 5ന് ഓപ്പോസിറ്റ് ഉള്ള സംഖ്യ എന്ന് പറയുന്നത് 11. 11ന് നമ്മൾ മിനിറ്റ് ആക്കി എടുക്കുമ്പോൾ 55 എടുക്കേണ്ടത്. ആ 55 മാത്രം പോരാ. അതിനപ്പോൾ ആ സംഖ്യ എന്ത്, ആ മിനിറ്റിനെ 11 കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. ഈ 5ഉം 55ഉം കൂടെ ചേർന്ന് 60. നമ്മൾ എപ്പോഴെങ്കിലും മിനിറ്റ് 60 പറയോ? അത് 1 മണിക്കൂറായില്ലേ? ഈ 1 മണിക്കൂർ എങ്ങോട്ട് പോകും? 5നോട് പോകുമ്പോൾ എന്താവും? 6 മണിന്നാവും. ഈ 6 മണി എന്ന് പറയുന്നത് 5നും 6നും ഇടയ്ക്കാണോ? നമുക്ക് ഇടയ്ക്ക് എന്നുള്ളൊരു വേർഡ് ഇല്ലേ ഇവിടെ? 5നും 6നും ഇടയിലാണ് വരേണ്ടത്. 6 മണിയും 5 മണിയും അവിടെ ഇൻക്ലൂഡഡ് ആണോ? അല്ല. 5 മണിയും 6 മണിയും അവിടെ ഇൻക്ലൂഡഡ് അല്ല. അതിനിടയിൽ വേണം വരാൻ. നമുക്ക് കിട്ടിയ എത്രയാണ്? 6 മണിയാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവയൊന്നും അല്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? എതിർ ദിശയിൽ കൃത്യം എത്ര മണിക്ക് വരുമെന്നല്ലേ ക്വസ്റ്റ്യൻ. അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് ചോദിക്കുകയാണ്. 180 ഡിഗ്രിയിൽ എപ്പോൾ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 9 മണിക്കും 10 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ 180 ഡിഗ്രി. അപ്പം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർ ദിശയിൽ. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലംബം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 180 ഡിഗ്രി. അപ്പൊ എന്താണത്? എതിർ ദിശയിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം മണിക്കൂറായ 9 എടുത്ത് എഴുതുക. 9നും 10നും ഇടയ്ക്കാണ്. അപ്പോൾ 9 എടുത്ത് എഴുതുക. ഇനി എന്ത് ചെയ്യുക, എതിർ ദിശ. അപ്പോൾ 9ന് എതിർ ദിശ നോക്കുക. അല്ലെങ്കിൽ 9ന് എന്ത് ചെയ്യുക, 6 കുറച്ച് എഴുതുക. 6 കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടും. 9ന് ഓപ്പോസിറ്റ് 3 അല്ലേ? ഈ 3ന് സമാനമായിട്ടുള്ള മിനിറ്റ് ഏതാ? 3ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മിനിറ്റ് 15. ആ 15 മാത്രം മതിയോ? ഇനി എന്ത് ചെയ്യുക, ആ 15ന് 11 കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യാം. 15നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 1. ഒരു തവണ ഡിവൈഡ് ചെയ്ത് പോകും. ബാക്കി എത്ര വരും? 4 വരും. അപ്പോൾ 9 മണി പിന്നെന്തുണ്ട്? 15ഉം 1 മിനിറ്റും കൂടെ. അപ്പം ആ 15 ഒന്നും കൂടെ കൂട്ടി എന്താവും? 16 ആവും. ബാക്കി ശിഷ്ടം 4/11. അപ്പം 9 മണി കഴിഞ്ഞ് 16 4/11 മിനിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? എതിർ ദിശയിൽ വരാം, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ വരുന്നത്. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ നമ്മൾ എതിർ ദിശയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, നേർ ദിശയിലുള്ള ഒരേ ദിശയിലുള്ള എന്ത് ചെയ്തു? ക്വസ്റ്റ്യനും ചെയ്തു. ഇനി അടുത്ത ചെയ്യേണ്ടത് ലംബമായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ
കുറച്ച് കുറച്ച് കണക്കുകളാണ്. അപ്പോൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ 90 ഡിഗ്രിയിൽ വരും? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലംബമായിട്ട് വരുന്ന എപ്പോഴാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ 4 കുറച്ച് മിനിറ്റ് തന്നെ വരുന്നത്. അപ്പം 4 എടുക്കുക. ക്ലിയർ ആണോ? ഇനിയുള്ളത് 90 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരേ ദിശ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? എത്രയാണോ എടുത്തത് അതിൻ്റെ അതേ മിനിറ്റ് അങ്ങ് എഴുതുക. ഇനി അടുത്തത് എതിർ ദിശയിലാണെങ്കിലോ എതിർ ദിശയിൽ കിടക്കുന്ന എന്ത് ചെയ്തു? സംഖ്യ ഏതാണോ അതിൻ്റെ മിനിറ്റ് ആക്കി എഴുതി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി അല്ലേ? 4 എടുക്കുക. 4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് ആണല്ലോ. ഇതിന് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ സൈഡിലോട്ട് പോവാം, അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വരാമല്ലോ. 2 രീതിയിൽ ലംബം വരും. ഒന്നിൽ ഈ സൈഡിലോട്ട് മേളിലോട്ടുള്ള ഭാഗത്ത് മിനിറ്റ് സൂചി വരിക, അല്ലെങ്കിൽ താഴോട്ടുള്ള ഭാഗത്ത് വരിക. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. 4ന് ലംബമായിട്ട് വരുന്നത് 3 കുറയ്ക്കും. 3ന് മേലോട്ടും 3 താഴോട്ടും എടുക്കുക. 1 2 3. 3 എന്ന് പറയുമ്പോൾ 1ന് നേരെയാണ് വരുന്നത്. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ 1 2 3. 3 താഴേക്ക്. അപ്പോൾ 4 എന്ത് ചെയ്യുക? 4 കഴിഞ്ഞ് മേളിലേക്ക് 3 എണ്ണുക, താഴേക്ക് 3 എടുക്കുക. മേളിലേക്ക് 3 എടുക്കുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടിയത് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നിലും എന്ത് വരും? 90 ഡിഗ്രി വരും. അല്ലെങ്കിൽ 7ന്റെ സ്ഥാനത്ത് താഴോട്ട് എടുക്കുമ്പോൾ 1 2 3 വരുമ്പോൾ 7 വരുന്നത്. 7ന്റെ സ്ഥാനത്ത് എന്ത് വരും? 90 ഡിഗ്രി വരും. ആദ്യം 1ന്റെ സ്ഥാനത്ത് നോക്കാം. മണിക്കൂർ 4 എടുത്തു. ഇനി മിനിറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 1 റെപ്രസെന്റ് ചെയ്യുന്ന എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ് അല്ലേ? അപ്പോൾ 5 എഴുതുക. കൂടെ എന്തുണ്ട്? ആ 5 മാത്രം പോരാ, 5/11 കൂടെ എഴുതണം. അപ്പോൾ 5/11 ഡിവൈഡ് ചെയ്ത് പോലെ അപ്പം ഫൈനൽ ആൻസർ എന്ത് തന്നെ വരും? 4ഉം 5ഉം 5/11 മണിന്ന് കിട്ടും. ഇനി അടുത്ത ഏതുണ്ട്? 7ന്റെ കണക്കുണ്ട്. 7ന്റെ കണക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? 4 മണിക്കൂർ അതുപോലെ തന്നെ വരും, കാരണം 4നും 5 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ 4 അതുപോലെ വരും. ഇനി 7 എന്ന് പറയുന്ന സംഖ്യ എത്ര മിനിറ്റ് ഈക്വൽ ആണ്? 35 മിനിറ്റ്. 35 മാത്രം എഴുതിയാൽ മതിയോ? പോരാ, 35/11 കൂടി എഴുതണം. 35ന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തവണ പോവും? 3 തവണ പോവും. ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. 2/11. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 4ഉം ഈ 35നോട് എന്ത് ചെയ്യുക? ഈ 3 കൂട്ടുക. അപ്പം 38. ബാക്കിയുടെ ശിഷ്ടം വന്നത് 2/11. അപ്പോൾ ഇവിടെ 2 ആൻസർ കിട്ടും. ഒന്നാമത്തെ എങ്ങനെയാണ് കിട്ടുന്നത്? 4ൽ നിന്ന് 3 സ്റ്റെപ്പ് എന്ത് ചെയ്തു? മുകളിലോട്ട് പോകും. 1 2 3. 1ലാണ് നിന്നത്. 1ന് ഇക്വലന്റ് ആയിട്ടുള്ള മിനിറ്റ് എടുത്ത് എഴുതുക. അതിന് കൂടെ എന്ത് ചെയ്യുക? അത് മാത്രം പോരാ, ആ മിനിറ്റ് /11. അത് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ എങ്ങനെ കിട്ടും? 3 സ്റ്റെപ്പ് താഴേക്ക് പോകും. അപ്പം 1 2 3 എവിടെ എത്തി? 7ലാണ് നിൽക്കുന്നത്. അപ്പൊ 7ന് ഇക്വലന്റ് ആയിട്ടുള്ള മിനിറ്റ് എത്രയാണ് വരുന്നത്? 35. അത് മാത്രം മതിയോ? പോരാ, അതിനോട് എന്തും കൂടെ ചെയ്യുക. ആ മിനിറ്റിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തപ്പോൾ എന്തെന്ന് വന്നു? 3 തവണ പോയി, ബാക്കി 2 ശിഷ്ടം വന്നു. അപ്പം കൂട്ടുമ്പോൾ ഈ 3ഉം 35ഉം കൂട്ടി 38 2/11 വന്നു. അപ്പോൾ 2 ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. ലംബമായി വരുന്ന കണക്ക്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ 2 ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 5 മണിക്ക് ശേഷം കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ മട്ട കോണാകൃതിയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. 5 മണിക്ക് ശേഷം കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ മട്ടകോണാകൃതിയിൽ വരും? അതായത് മട്ടകോണം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, അല്ലെങ്കിൽ ലംബമായിട്ട് എത്ര മണിക്ക് വരുന്ന ക്വസ്റ്റ്യൻ. നേരത്തെ ക്വസ്റ്റ്യനായിട്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്തായിരുന്നു? നേരത്തെ 5 മണിക്കും 6 മണിക്കും ഇടയിലെന്നായിരുന്നു. 5 മണിക്കും 6 മണിക്കും ഇടയിൽ എന്തെന്ന് പറഞ്ഞു? കൃത്യം 2 തവണ എന്ത് വന്നു? 90 ഡിഗ്രിയിൽ വന്നു. പക്ഷെ ഇവിടെ വേണ്ടത് എന്താണ്? 5 മണിക്ക് ശേഷമാണ്. അപ്പം ആദ്യം വരുന്ന സംഖ്യ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണോ? 5 മണിക്കും 6 മണിക്കും ആ 2 ഒരു സമയമാണ് പറയുന്നത്, ഒരു ഇന്റർവെല്ലാണ് പറയുന്നതെങ്കിൽ ഒരു 5 മണിക്ക്, അല്ലെങ്കിൽ 4 മണിക്ക് 5 മണിക്കും 4 മണിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 2 തവണ വരും. ഇവിടെ ഉള്ളത് 5 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തവണ എടുത്താൽ മതി. ആദ്യം എപ്പോഴാണോ വരുന്നത് 90 ഡിഗ്രി വരുന്നത് അത് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കണക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? 5 മണിക്ക് ശേഷം എന്നല്ലേ? അപ്പം മണിക്കൂർ എടുക്കുമ്പോൾ 5 എന്ന് തന്നെ വരും. ഇനി മിനിറ്റ് ആണ് എടുക്കേണ്ടത്. എന്ത് പറഞ്ഞു? 5 മണിക്ക് മുകളിലേക്ക് 3 പോവുക, താഴേക്ക് 3 പോവുക. അപ്പം 5 മണിക്ക് മുകളിൽ പോകുമ്പോൾ 1 2 3 2ലാണ് വരുന്നത്. താഴേക്കാണെങ്കിലോ 1 2 3 8ലാണ് വരുന്നത്. അപ്പോൾ ഏതാ ആദ്യം എടുക്കേണ്ടത്? 5 മണിക്ക് ശേഷം എന്നല്ലേ? 5 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ 12 നിന്ന് പോയി ആദ്യം നിൽക്കുന്നത് 2ലാണ്. അപ്പോൾ 2ആണ് എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ തിരിഞ്ഞ് 8ലേക്ക് വരുള്ളൂ. അപ്പോൾ 5ഉം 2ഉമാണ് എടുക്കേണ്ടത്. അപ്പോൾ 2നെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് എത്രയാ? 2 എന്ന് പറയുമ്പോൾ 10 മിനിറ്റ്. 10 മിനിറ്റ് മാത്രം എടുത്താൽ മതിയോ? പോരാ, 10/11 കൂടെ വേണം. ഈ 10നെ 11 ഡിവൈഡ് ചെയ്ത് പോകില്ല. അപ്പം എന്താണ്? 5 10ഉം 10/11 മിനിറ്റ്. 5 മണിക്കൂർ 10ഉം 10/11 മിനിറ്റാണ് സമയമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്തായിരുന്നു? നേരത്തെ
4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, 2 ടൈം എന്ത് വരും, മട്ടകോണായിട്ട് വരും. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 5 മണിക്ക് ശേഷം എന്നാണ്. അപ്പം 5 മണി കഴിഞ്ഞ് ആദ്യം വരുന്ന സമയം, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഈ ആദ്യത്തെ സമയം ഇല്ല, രണ്ടാമത്തെ സമയമേ ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടാമത്തെ സമയം എഴുതിയാൽ മതി. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ആദ്യം വരുന്ന സമയം ഏതാണോ അതെടുത്തു. 5-ന് എന്ത് ചെയ്യുക, 3 ക്വസ്റ്റ്യൻ മുകളിലോട്ട് പോവുക, 3 നമ്പർ താഴേക്ക് വരിക. ആദ്യം വരുന്ന എടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, 8 എടുക്കുക. 8 എടുക്കുമ്പോൾ 8 മിനിറ്റ് 40 വരുന്നത്. അപ്പം 5 40 വരും. പിന്നെ എന്ത് ചെയ്യുക, 40-ന് 11 കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും, ബാക്കി ശിഷ്ടം 7. 7/11. അപ്പം ആൻസർ എന്തെന്ന് വരും, 5 43 7/11. നമുക്ക് പക്ഷെ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ആദ്യം വരുന്നത് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. 5 മണിക്ക് ശേഷം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 5 മണി കഴിഞ്ഞ് ആദ്യം വരുന്നത് ഇതാണ്. അപ്പം അത് ആൻസർ ആയിട്ട് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 7 മണിക്ക് ശേഷം കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ മട്ടകോണാകൃതിയിൽ വരുന്നതാണ്. അപ്പം ഇതിവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 7 മണിക്ക് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്. 7 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ 7 എടുക്കുക. ഇനി എന്ത് ചെയ്യുക, മട്ടകോണാകൃതിയിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ ലംബമായിട്ടാണ് വേണ്ടത്. അപ്പം നമ്മുടെ 2 ഓപ്ഷൻസ്, 2 സിറ്റുവേഷൻ വരും. 7 എടുക്കുക, 7-ന് 3 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോവുക. 1 1 2 3 4 വന്നത്. ഇനി അടുത്തത് മുകളിലേക്ക് പോവുക. 1 2 3 10 വന്നു. അപ്പം 10 ഒരു ഓപ്ഷനാണ്, 4 ഒരു ഓപ്ഷനാണ്. ഇത് നമുക്ക് വേണ്ടത് എന്താണ്, 7 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 7 മണി കഴിഞ്ഞ് ആദ്യം വരുന്നത്, ആ 12 കഴിഞ്ഞ് ആദ്യം വരുന്നത് 4 അപ്പം നമുക്ക് 4-ന്റെ ആവശ്യമേ ഉള്ളൂ. 4 എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ 4 കഴിഞ്ഞാണ് എന്ത് വരുന്നത്, 10 വരുന്നത്. അപ്പം 10 എടുക്കേണ്ട ആവശ്യം 4 എടുത്താൽ മതി. അപ്പം 4-നെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് എത്രയാണ്, 4-നെ റെപ്രസെന്റ് ചെയ്തത് 20. ആ 20 മാത്രം എടുത്താൽ പോരാ, 20/11 കൂടെ എടുക്കുക. ഡിവൈഡ് ചെയ്ത് പോവല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ബാക്കി എന്തുണ്ട്, ബാക്കി ഇവിടെ 9 വരും. 11 പോയി, ബാക്കി 9. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 7-ഉം 20-ൻ്റെ കൂടെ എന്ത് വരും, ഈ 1 കൂടെ കൂട്ടി 21. ബാക്കി വന്ന ശിഷ്ടം 9/11 മണിന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇപ്പം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എടുക്കുക. ഇവിടെ 7 മണിക്ക് ശേഷം എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 7 മണിക്ക് 2 സിറ്റുവേഷൻ ഉള്ളതിൽ ആദ്യമുള്ളത് എടുത്തു. ആദ്യമുള്ളത് എടുക്കുക, മിനിറ്റ് എടുക്കുക, 11 കൊണ്ട് ഡിവൈഡ്, അതേ മിനിറ്റിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മണിയായിട്ട് മാറ്റുക. 7-ഉം 21 9/11 മണിന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 7:30-ന് ശേഷം കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ലംബമായി വരും. 7:30-ന് ശേഷം കൃത്യം എത്ര മണിക്ക് ക്ലോക്കിലെ സൂചികൾ ലംബമായി വരുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക, നേരത്തെ നമുക്ക് 7 മണിക്ക് ശേഷം എന്നല്ലേ ക്വസ്റ്റ്യൻ, ഇവിടെ വന്നത് 7:30-നാണ്. 7 മണിയെന്നോ 7:30 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, 7 ആദ്യം എടുക്കുക. അപ്പോൾ ലംബം 90 ഡിഗ്രി മട്ടകോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ 2 സിറ്റുവേഷൻ വരും, അതെന്ന് കണ്ടുപിടിക്കുക. 7 മണിയുള്ളത്. അപ്പം 7 എടുക്കുക, 7-ന് 3 സ്റ്റെപ്പ് കുറയ്ക്കുക. 1 2 3. ഇനി എന്ത് ചെയ്യുക, 7 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവാം. 1 2 3 കിട്ടിയത് ഏതൊക്കെയാ, 4 കിട്ടി, 10 കിട്ടി. നമുക്ക് വേണ്ട എന്താണ്, നേരത്തെ എടുത്തപ്പോൾ 7 മണിക്ക് ശേഷം എന്നായിരുന്നു. അപ്പോൾ 7 മണി, അപ്പോൾ 12 മിനിറ്റ്, 12-ലല്ലേ നിൽക്കുക മിനിറ്റിന്റെ സൂചി, അത് കറങ്ങി വന്ന് 4-ാണ് ആദ്യം എത്തുക. 10-ന് എത്തുന്നതിന് മുമ്പേ 4 എത്തുക. അതുകൊണ്ട് നമ്മൾ 4 എടുത്തു. ഇവിടെ വേണ്ടത് 7:30-ന് ശേഷം എന്നല്ലേ, 30 എന്ന് പറയുമ്പം 6-ലാണ് എത്തുക. അപ്പം 30-ന് ശേഷം എന്ന് പറയുമ്പം 6 കഴിഞ്ഞ് ഏതുണ്ടെന്ന് നോക്കുക. ഏതാ ഉള്ളത്, 10. ഇവിടുത്തെ എടുക്കാൻ പറ്റുമോ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, 20 മിനിറ്റും പിന്നെ അതിന്റെ ചില്ലറയും കൂടെ വരുന്ന, അതായത് 20/11. അപ്പൊ എന്താ വരും, 21. നമ്മൾ നേരത്തെ ചെയ്തില്ല, 21 സംതിങ് വരുള്ളൂ. അപ്പം അത് 30 മിനിറ്റിന് മുമ്പേ ഉള്ളതാണ്. നമുക്ക് വേണ്ടത് 7:30-ക്ക് ശേഷമുള്ള സംഭവമാണ് വേണ്ടത്. അപ്പം 6 കഴിഞ്ഞ് വരുന്നത് 10 വരുന്നത്. അപ്പൊ 10 എടുക്കുക. 10 എടുക്കുമ്പോൾ അതിന്റെ മിനിറ്റ് എത്രയും കിട്ടും, 50. 50 മാത്രം മതിയോ, അതിന്റെ മിനിറ്റ് ബാക്കി 50/11 കൂടി എടുക്കുക. അപ്പൊ 50/11 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 തവണ പോകും. 11 ഡിവൈഡ് ചെയ്ത് 4 തവണ പോകും. ബാക്കിയാണ് എന്തുണ്ട്, 6 6/11. ഇനി എന്ത് ചെയ്യുക, ഈ 4-നെ 50-നോട് കൂട്ടുക. അപ്പോൾ 7-ഉം 50 4 ആകുമ്പോൾ 54. ബാക്കിയുള്ള 6 6/11. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ചെയ്തെന്താ, ക്ലിയർ ആണോ? 7 മണിക്ക് ശേഷം, കൃത്യം 7-ന് ശേഷം കൃത്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ചോദിച്ചാൽ എന്താ വ്യത്യാസം വന്നത്, 7:30-ന് ശേഷം. അപ്പം 7:30-ന് ശേഷം ഉള്ളത് എടുത്താൽ മതി. 7:30 എന്ന് പറയുമ്പോൾ 6-ന് ശേഷം വന്ന നമ്പർ ഏതാണോ അത് എടുത്താൽ മതി. അപ്പൊ അവിടെ വന്നത് 10 ആയിരുന്നു. 10-ന് നേരെയുള്ള മിനിറ്റ് എന്ന് പറയുന്നത് 50-ആണ്. 50 മാത്രം എടുത്താൽ പോരാ, 50/11 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. 50/11 എന്ന് പറയുമ്പോൾ 4 മിനിറ്റും പിന്നെ 6/11 കൂട്ടി വരുമ്പോൾ എത്ര കിട്ടും, 7-ഉം 54-ഉം 6/11 കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോക്കിന്റെ പ്രതിബിംബത്തിന്റെ കണക്കാണ്. എന്താണ് ക്വസ്റ്റ്യൻ, 5:10 എന്ന സമയം കാണിക്കുമ്പോൾ കണ്ണാടിയിൽ കാണിക്കുന്ന പ്രതിബിംബം എത്ര മണി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സമയം എടുക്കുക. സമയം എന്ന് പറയുന്നത് 5:10 അല്ലേ,
ഇതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ 11 60 നിന്ന് കുറയ്ക്കുക. അപ്പം പ്രതിബിംബത്തിനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് 11 60 നിന്ന് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇവിടെ എക്സെപ്ഷണൽ കേസ് ഉള്ളത് 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് വെച്ച് മൈനസ് ചെയ്ത് കിട്ടില്ല, 23 60 വെച്ച് ചെയ്യേണ്ടി വരും. ഈ 23 60 നിന്ന് ഏത് നമ്പർ കുറച്ചേരം കിട്ടും, പക്ഷെ കിട്ടുന്നത് റെയിൽവേ ടൈമിലായിരിക്കും. അപ്പം 11 മണിക്കും 1 മണിക്കും, എത്ര മണിയാണ്, 11 മണിക്കും 1 മണിക്കും ഇടയിലാണ് സമയം വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 23 60 കൊണ്ട് കുറച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഇത് ചെയ്ത് നോക്കാം. 5 10 എന്ന സമയം കാണിക്കുമ്പോൾ കണ്ണാടിയുടെ പ്രതിബിംബമാണ് ചോദിച്ചത്. എന്ത് ചെയ്യാം, 11 60 എന്ന് കുറച്ചാൽ മതി. 5 10 കുറയ്ക്കുമ്പോൾ 60 നിന്ന് 10 പോകുമ്പോൾ എത്ര കിട്ടും, 50 എന്ന് കിട്ടും. ഇനി 11 നിന്ന് 5 പോകുമ്പോൾ അപ്പൊ ആൻസർ എത്ര കിട്ടും, പ്രതിബിംബം കാണിക്കുന്നത് 6 50 എന്നാണ്. ഈ ആൻസർ 23 60 എന്ന് കുറച്ചാലും കിട്ടുന്നത് റെയിൽവേ ടൈമിലായിരിക്കും. കുറച്ച് നോക്കാം. 5 10 കുറച്ച് കഴിഞ്ഞാൽ 60 നിന്ന് 10 പോകുമ്പോൾ 50 എന്ന് കിട്ടും. ഇനി 23 നിന്ന് 5 പോകുമ്പോൾ എത്രയെന്ന് കിട്ടും, 18 എന്ന് കിട്ടും. ഈ 18 50 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന സമയമാണോ, അല്ലല്ലോ, ഇത് റെയിൽവേ ടൈമിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ മാറ്റുന്നതിന് എന്ത് ചെയ്യുക, 12 കുറച്ചാൽ മതി. 12 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും, 6 50 തന്നെ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അപ്പൊ ഏത് സമയം ചെയ്താലും 23 60 ആൻസർ കിട്ടും, പക്ഷെ കിട്ടുന്ന റെയിൽവേ ടൈം ആയിരിക്കും. 11 മണിക്കും 1 മണിക്കും ഇടയിൽ എത്രയാണ്, 11 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക, 23 60 ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 11 60 ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 11 25 എന്ന സമയം കാണിക്കുമ്പോൾ കണ്ണാടിയിൽ കാണിക്കുന്ന പ്രതിബിംബം എത്ര മണിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 11 25, ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, 11 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ എത്ര എടുക്കാവൂ, 23 60 നിന്ന് മാത്രം എന്ത് ചെയ്യാവൂ, കുറയ്ക്കാവൂ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് 11 25 ആകുമ്പോൾ 11 മണി കഴിഞ്ഞില്ലേ, 1 മണിക്ക് ഇടയിലുമാണ്. അപ്പൊ എന്ത് ചെയ്യാം, 23 60 നിന്ന് വേണം കുറയ്ക്കാൻ. 11 25 കുറയ്ക്കുക. 60 നിന്ന് 25 പോകുമ്പോൾ ബാക്കി എത്രയുണ്ട്, 35. ഇനി 23 11 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും, 12 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താ വരുന്നത്, 12 35. ആൻസർ വരുന്നത് 12 35 എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് 23 60 എടുത്തത്, 11 മണിക്കും 1 മണിക്കും ഇടയിലായതുകൊണ്ടാണ്. അപ്പൊ ആൻസർ വരുന്നത് 23 60 നിന്ന് കുറയ്ക്കുമ്പോൾ 12 35 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 1 12 എന്ന പ്രതിബിംബം കാണിക്കുന്നുവെങ്കിൽ ക്ലോക്കിലെ ശരിയായ സമയം എന്ത്. ഒരു കണ്ണാടിയിൽ 1 12 എന്ന് പ്രതിബിംബം കാണിക്കുന്നുവെങ്കിൽ ക്ലോക്കിലെ ശരിയായ സമയം എന്താണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യാം, 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കല്ല, അപ്പൊ 1 മണി കഴിഞ്ഞിട്ടായതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 11 60 എടുത്താൽ മതി. 1 മണിക്കും അതായത് 11 മണിക്കും 1 മണിക്കും ഇടയിലായിരുന്നെങ്കിൽ എന്തെടുക്കും, 23 60 എടുക്കും. ഇത് 1 മണി കഴിഞ്ഞു, 1 മണിക്ക് മുമ്പ് വരുന്ന സമയത്ത് 1 മണി കഴിഞ്ഞ് ശേഷം വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക, 11 60 എടുത്താൽ മതി. എന്ത് ചെയ്യുക, അതിൽ നിന്ന് 1 12 കുറയ്ക്കുക. 60 നിന്ന് 12 പോകുമ്പോൾ എത്രയെന്ന് കിട്ടും, 48 എന്ന് കിട്ടും. ഇനി 11 1 കുറയ്ക്കുമ്പോൾ 10 48 എന്ന് സമയം കിട്ടും പ്രതിബിംബം. അപ്പം 1 12 എന്ന് കാണിച്ചാൽ എത്രയെന്ന് കിട്ടും, 10 48 എന്ന് കിട്ടും. ഈ നമ്പർ എടുത്തേണ്ട കാര്യം മനസ്സിലായോ. 1 മണിക്ക് അതായത് 11നും 1നും ഇടയ്ക്ക് വരുന്ന സമയങ്ങളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് 23 60 എടുത്താൽ മതി. ഈ ഇതെന്ന് പറയുന്നത് 1 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 10 എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ്. 5 10 എന്ന് കാണിക്കുമ്പോൾ എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് എത്ര. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 30h മൈനസ് 11/2 എമ്മിന്റെ മോഡുലസ്. ഇവിടെ h എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറും m എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റുമാണ്. ഇനി മോഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കിട്ടുന്ന സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ എന്താ, മൈനസ് ഇല്ലാതെ എഴുതുക, പോസിറ്റീവ് ആണെങ്കിൽ അതേ സംഖ്യ എഴുതിയാൽ മതി. ഇപ്പൊ സംഖ്യ കിട്ടുന്ന സംഖ്യ അതിന്റെ സൈൻ ഇല്ലാതെ എഴുതുക എന്നാണ് ഈ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡുലസ് എന്നാണ് പറയുന്നത്, മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 5 10 എന്ന സമയമല്ലേ, ഈ 5 10 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ h എത്രയായിരിക്കും, മണിക്കൂർ എന്ന് പറയുന്നത് 5, മിനിറ്റ് എത്രയായിരിക്കും 10. അപ്പൊ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 30 ഇൻറ്റു മണിക്കൂർ എന്ന് പറയുന്നത് 5 മൈനസ് ഇനി അടുത്ത് 11/2 ഇൻറ്റു m എന്ന് പറയുമ്പോൾ മിനിറ്റ്, അത് 10 ആണ്.
ഇനി 30 × 5 എത്രയെന്ന് കിട്ടും? 150 കിട്ടും. മൈനസ് ഇനി ഈ രണ്ടിനെ എന്ത് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 11 × 5 55. 150 നിന്ന് 55 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 95 കിട്ടും. 95 എന്നാണ് ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 30h - 11/2 m. അതിന്റെ എന്തെടുക്കാം? മോഡുലസ് വാല്യൂ, അതായത് മൈനസോ പ്ലസോ ഇല്ലാതെ എഴുതുക എന്നുള്ളതാണ്. അപ്പം അതിന്റെ മൈനസ് നമ്പർ ആണെങ്കിൽ മൈനസ് കളഞ്ഞ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 95 ഡിഗ്രി കിട്ടി. കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ആ മൈനസ് ഇല്ലാതെ എഴുതിയാൽ മതി. ഇനി കിട്ടുന്ന ആൻസർ 180 കൂടുതലാണെന്ന് ഇരിക്കട്ടെ. കിട്ടുന്ന ആൻസർ 180 കൂടിയ ഒരു ആംഗിൾ ആണ് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന ആൻസറിനെ 360 നിന്ന് കുറച്ച് വേണം എഴുതാൻ. അപ്പൊ കിട്ടുന്ന ആൻസർ 180 വലിയൊരു സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ കിട്ടുന്നത് 200 ആണെന്ന് ഇരിക്കട്ടെ. എനിക്ക് കിട്ടിയ ആൻസർ 200 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യും? അത് 180 കാട്ടി കൂടുതലല്ലേ? 180 കാട്ടി കൂടുതലാണെങ്കിൽ 360 നിന്ന് കുറച്ച് എഴുതുക. 360 നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 160 കിട്ടും. ക്ലിയർ ആണോ? അപ്പം വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. 3:20 എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയെന്നാണ്. അപ്പം നമ്മൾ നേരത്തെ ഇക്വേഷൻ വെച്ച് ചെയ്ത് അതേ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം? 30 എടുക്കുക. 30 × h എന്ന് പറയുമ്പോൾ അവറാണ്, അത് 3 മൈനസ് 11/2 m എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിറ്റ്, അതെന്ന് പറഞ്ഞാൽ 20 ആണ്. ഇൻറ്റു 20. 30 × 3 എത്രയാ? 90 മൈനസ് 2ഉം 20ഉം വെട്ടാം 10 എന്ന് കിട്ടും. 11 × 10 110 എന്ന് കിട്ടും. ഇനി കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ എന്ത് ചെയ്യുക? കുറയ്ക്കാൻ പറഞ്ഞേക്കും. അപ്പൊ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പോൾ 110 നിന്ന് 90 കുറച്ച് 20. ഇനി വലുതെന്ന് പറയുന്നത് 110 അല്ല, അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പം മൈനസ് 20 ഡിഗ്രി എന്ന് കിട്ടും. മൈനസ് 20 ഡിഗ്രി. അപ്പൊ നമുക്കിവിടെ മോഡുലസ് ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് വന്നാൽ മൈനസ് ഇല്ലാതെ എഴുതുക. അപ്പം മൈനസ് 20 ഡിഗ്രി എന്ന് വെച്ചാൽ ആ മൈനസ് ആവശ്യം ഇല്ല എന്നു എഴുതിയാൽ മതി. 20 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? മൈനസ് വന്നാൽ മൈനസ് കളഞ്ഞിട്ട് ആ നമ്പർ മാത്രം എഴുതുക. 20 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 2:25 എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? 30 ഇൻറ്റു അവർ എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു 2 മൈനസ് 11/2 ഇൻറ്റു ഇവിടുത്തെ മിനിറ്റ് എത്രയാ? 25. 30 × 2 എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. മൈനസ് 11 × 25 എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ വെട്ടാൻ വേറെ ഒന്നുമില്ല, 2 കൊണ്ട് വെട്ടിപ്പോയില്ല. അപ്പം 11 × 25 എന്ന് പറയുന്നത് 275 ആണ്. ഇനി എന്ത് ചെയ്യുക? 275 ഭാഗം 2 എന്ന് വരും. അതായത് 60 മൈനസ് ഇതിന് മൈനസ് ചെയ്യുമ്പോൾ എത്ര, ഇതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 137.5 എന്നാണ് വരുന്നത്. അപ്പൊ നേരത്തെ 60 മൈനസ് എന്നാണ്. അപ്പൊ നേരത്തെ വന്ന അതേ സിനാറിയോ തന്നെ ഇവിടെ വന്നത്. വലിയൊരു സംഖ്യ, ആദ്യം കുഞ്ഞു സംഖ്യ മൈനസ് വലിയൊരു സംഖ്യ വന്നു. അപ്പൊ ഇവിടെ കുറയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? വലിയ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ കുറയ്ക്കുക. 137.5 എന്ത് ചെയ്യുക? 60 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 77.5 എന്ന് കിട്ടും. ഇനി ഇവിടെ വലുത് ഏതാ? ഇതല്ലേ? അപ്പൊ ഇതിന്റെ സൈൻ മൈനസ് ആണ്. മൈനസ് 77.5 എന്നാണ് കിട്ടുന്നത്, 5 ഡിഗ്രി. പക്ഷെ നമുക്ക് എന്ത് വേണ്ട? മോഡുലസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. മൈനസ് ഇല്ലാതെ വേണം ആൻസർ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുക? മൈനസ് മാറ്റുമ്പോൾ 77.5 ഡിഗ്രി എന്നാണ് ആൻസർ വരുന്നത്. 77.5 ഡിഗ്രി ആൻസർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 11:20 എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ്. 11:20 എന്ന സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള എന്താണ്? കോണളവ് എത്ര ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മണിക്കൂർ എന്താ? 11. അപ്പം 30 × 11 മൈനസ് 11/2 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 20 ഇൻറ്റു 20 എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കി എന്ത് വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആകുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ 30 × 11 330 മൈനസ് 11 × 10 110 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 220 ഡിഗ്രി കിട്ടും. ഇത് ആൻസർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു 180 കൂടുതൽ കിട്ടുകയാണെങ്കിൽ. ഇവിടെ 220 അല്ലേ? 220 എന്ന് പറഞ്ഞാൽ 180 കൂടുതലാണ്. 180 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസറിനെ 360 നിന്ന് കുറയ്ക്കുക. പോയിന്റ് ക്ലിയർ ആണോ? 180 കൂടിയ ഒരു ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ 360 നിന്ന് കുറച്ച് വേണം എഴുതാൻ. 360 220 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 140 ഡിഗ്രി എന്ന് കിട്ടും. ആൻസർ എന്താണ്? 140 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് മാറ്റിയിടുക, മാറ്റിയിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്. 180 കൂടിയ ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 360 നിന്ന് ആ സംഖ്യ കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഇത്രയും നേരം കോണളവ് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്തു, ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അത് നോക്കാം. അതെന്ന് പറയുന്നത് 1 മണി എടുക്കുക. 1 മണി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ഓർമ്മ വരുന്ന മിനിറ്റ് ഏതാണ്? 1 മണിക്ക് റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണല്ലോ. ഇനി 2 മണിയാണെങ്കിലോ 2നെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് എന്ന് പറയുന്നത് 10. ഇനി 3നെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് 15, 4നെ ആണെങ്കിൽ 20, 5നെ ആണെങ്കിൽ 25, 6 മണിയാണെങ്കിൽ 6 30 മിനിറ്റാണ് വരുന്നത്. 7 മണിക്ക് 35 മിനിറ്റാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 8 മണിക്ക് 40 മിനിറ്റ്. 9 മണിക്കാണെങ്കിലോ 45 മിനിറ്റ്. 10 മണിക്കാണെങ്കിൽ 50, 11ന് 55. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ, അതായത് മണിക്കൂർ വന്നു മണിക്കൂറിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റുമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയങ്ങളിൽ ചെയ്യേണ്ടത്, ഈ കിട്ടുന്ന മിനിറ്റിലെ ഈ മിനിറ്റിന്റെ പകുതി ആയിരിക്കും അവയുടെ കോണളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മണിക്കൂർ കൊണ്ട് മണിക്കൂറിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് ആണ് അപ്പുറത്തെ സൈഡിൽ മിനിറ്റ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 1 5 എടുക്കുന്നു. 5 എന്ന് പറയുന്നത് 1നെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 5ന്റെ പകുതി ആയിരിക്കും അവിടുത്തെ കോണളവ്. 5ന്റെ പകുതി എന്ന് പറയുമ്പോൾ 2.5 ഡിഗ്രി. 5ന്റെ പകുതി 2.5 ഡിഗ്രി. അതുപോലെ 2 10 വരുമ്പോൾ എന്ത് ചെയ്യുക, 10ന്റെ പകുതി എടുത്താൽ മതി. ആ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. 10ന്റെ പകുതി എത്ര കിട്ടും? 5 ഡിഗ്രിയാണ് അവിടുത്തെ കോണളവ് വരുന്നത്. ഇനി 3 15 ആകുമ്പോഴോ 15ന്റെ പകുതി എടുക്കുക. കാരണം 15 എന്ന് പറയുന്നത് 3ന്റെ മിനിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 15 എന്നാണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് 15ന്റെ പകുതി 7.5 ഡിഗ്രി, അല്ലെങ്കിൽ 7.5, അല്ലെങ്കിൽ ഇവിടെ 2.5 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ 4:20 വരുമ്പോഴോ 20ന്റെ പകുതി എടുക്കുക. 4:20 കോണളവ് 10 ഡിഗ്രി ആയിരിക്കും. ഇനി 25 വരുമ്പോൾ 25ന്റെ പകുതി 12.5 ഡിഗ്രി വരും. ഇനി 30 ആണെങ്കിലോ 30ന്റെ 6:30 വരുമ്പോൾ 30ന്റെ പകുതി 15 ഡിഗ്രി എന്ന് കിട്ടും. ഇനി 7:35 ആകുമ്പോഴോ 35ന്റെ പകുതി എടുത്താൽ മതി കോണളവ് വിട്ടാൻ. 35ന്റെ പകുതി. ഇനി അടുത്തത് 40 വരുന്ന സമയങ്ങളിലോ 40 എന്ന് പറയുമ്പോൾ 8:40, 8ന്റെ മിനിറ്റ് ആണ് 40. അപ്പോൾ 40ന്റെ പകുതി എടുത്താൽ മതി, എന്ത് കിട്ടും, കോണളവ് കിട്ടും, 20 ഡിഗ്രി. ഇനി 9 ആകുമ്പോഴോ 9 മണിയുടെ മിനിറ്റ് എന്ന് പറയുന്നത് 45. അപ്പോൾ 9:45 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോണളവ് കണ്ടുപിടിക്കുക. 45ന്റെ പകുതി എടുക്കുക. എത്ര കിട്ടും? 22.5, അര ഡിഗ്രി. ഇനി 50 വരുമ്പോൾ, അതായത് 10 50 വരുമ്പോൾ 25 ഡിഗ്രി. 55 വരുമ്പോൾ 27.5 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും. അല്ല, മണിക്കൂറും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിറ്റുമാണ് അപ്പുറത്തെ സൈഡിൽ മിനിറ്റായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതിയാവും. പകുതി എടുത്താൽ ആ സമയത്തിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കിട്ടും. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ട് ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 10 സെക്കൻഡിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? 10 സെക്കൻഡിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി തിരിയും. ഓർമ്മയുണ്ടോ? മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. മണിക്കൂർ സൂചി ആണെങ്കിലോ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. നമുക്ക് വേണ്ട സെക്കൻഡിലല്ലേ? അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡാണ്. അപ്പൊ 60 സെക്കൻഡിൽ 6 ഡിഗ്രിയാണ് തിരിയുന്നത്. 60 സെക്കൻഡിൽ 6 ഡിഗ്രി ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഡിഗ്രി തിരിയുമായിരിക്കും? ഇവിടെ 60 അല്ലേ? എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6/60 ഡിഗ്രി. ക്ലിയർ ആണോ? 60 സെക്കൻഡിൽ 6 ഡിഗ്രി ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ഇതിനെന്ത് ചെയ്യുക? ഈ 60 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പം 6/60 ഡിഗ്രി എന്ന് കിട്ടും. 6/60. 6 രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ 1 കിട്ടും, താഴെ 10 എന്ന് കിട്ടും. 1/10 ഡിഗ്രി എന്ന് വരും. ഒരു സെക്കൻഡിൽ 1/10 ഡിഗ്രി. നമുക്ക് വേണ്ടത് എന്താ? 10 സെക്കൻഡ്. അപ്പൊ എന്ത് ചെയ്യുക? ഇക്വേഷനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ കിട്ടും? 10 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1/10 ഇൻറ്റു 10. അതായത് 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് 1 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ 10 സെക്കൻഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാന്നുള്ള എന്താ? ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും.
ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അതായത് 60 സെക്കൻഡിൽ 6 ഡിഗ്രി. 60 സെക്കൻഡിൽ 6 ഡിഗ്രി ആണെങ്കിൽ 1 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 സെക്കൻഡിൽ 6/60 1/10 ഡിഗ്രി തിരിയും. നമുക്ക് വേണ്ടത് എന്താണ്, 1 സെക്കൻഡ് ആണോ? അല്ല, 10 സെക്കൻഡാണ് വേണ്ടത്. 1 സെക്കൻഡിൽ എത്രയെന്ന് അറിയാം. അപ്പോൾ 10 സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 10 കൊണ്ട് ഗുണിക്കുക. 10 എന്ന് പറയുമ്പോൾ 1/10 ഇൻറ്റു 10. 10 10 ഡിവൈഡ് ചെയ്ത് 1 ഡിഗ്രി കേട്ടോ. 10 സെക്കൻഡിൽ മിനിറ്റ് സൂചി 1 ഡിഗ്രിയാണ് തിരിയുന്നത്. ആൻസർ 1 ഡിഗ്രി.